ലോക സിനിമയുടെ വമ്പൻ വേദിയായ കാൻ ചലച്ചിത്രമേളയിലെ റെഡ് കാർപ്പറ്റിൽ തരംഗം സൃഷ്ടിച്ച ചേർത്തല സ്വദേശിനികളായ രണ്ട് വനിതകൾ ഷെറിൻ മുഹമ്മദും മഞ്ജു കുര്യാക്കോസും നാടിന് അഭിമാനം. ലോക സിനിമയുടെ വമ്പൻ വേദിയായ കാൻ ചലച്ചിത്രമേളയിലെ റെഡ് കാർപ്പറ്റിൽ തരംഗം സൃഷ്ടിച്ച ചേർത്തലക്കാരായ രണ്ട് വനിതകൾ. സിനിമാ പ്രവർത്തകർക്ക് മാത്രമല്ല, ഫാഷൻ ഡിസൈനർമാർക്കും കാൻ ചലച്ചിത്രമേളയിലെ റെഡ് കാർപ്പറ്റ് സ്വപ്നമാണ്. 2025 ആ സ്വപ്നം സഫലമാക്കിയത് ഒന്നല്ല, രണ്ട് മലയാളി വനിതകൾ. ചേർത്തല സ്വദേശിനിയും കനേഡിയൻ പൗരയുമായ ഷെറിൻ മുഹമ്മദും ചേർത്തലയിലുള്ള മഞ്ജു കുര്യാക്കോസ് എന്ന ഫാഷൻ ഡിസൈനറും. സ്ത്രീ ശാക്തീകരണത്തിലേക്കുള്ള സമഗ്ര സംഭാവനകൾക്ക് ആദരമായിട്ടാണ് ഷെറിനെ കാൻ ഫെസ്റ്റിവലിലേക്ക് ക്ഷണിച്ചത്. ഷെറിൻ റെഡ് കാർപ്പറ്റിൽ എത്തിയതാകട്ടെ മഞ്ജു രൂപകൽപ്പന ചെയ്ത സാരി ഗൗൺ ഫ്യൂഷൻ വസ്ത്രമണിഞ്ഞു. ടൊറൻറ്റോ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞയായ ഷെറിൻ മുഹമ്മദ് 2024 മിസിസ് ഇൻഡോ കാനഡ എർത്ത് കിരീടം നേടിയിരുന്നു. നിരവധി അന്താരാഷ്ട്ര സൗന്ദര്യ മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ ഇൻ്റർനാഷണൽ നോവോ കോസ്മോ വേൾഡ് വൈഡ് പേജൻസിൻ്റെ സഹസ്ഥാപക കൂടിയാണ് ഷെറിൻ. ചേർത്തലയിലെ കോൺഗ്രസ് നേതാവ് പൂത്തോട്ട സ്റ്റാർ വ്യൂവിൽ റൊട്ടേറിയൻ അബ്ദുൾ ബഷീറിൻ്റെയും റിട്ടയർഡ് നഴ്സ് സൂസന്ന ബഷീറിൻ്റെയും മകൾ. കാനഡയിലുള്ള ആലപ്പുഴ സ്വദേശി മുഹമ്മദ് ഷിബിൻ ഭർത്താവാണ്. അലൈൻ, സുഹാന എന്നിവർ മക്കൾ. ഷെബിൻ, ഡോക്ടർ ഫൈസൽ എന്നിവർ സഹോദരങ്ങളും. അപ്പോൾ എനിക്കിങ്ങനെ അമ്മമാരിലുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളും ഈ ജോലിക്ക് പോകുമ്പം നമ്മൾ ഈ കുഞ്ഞുങ്ങളാരും നോക്കും, പിന്നെ ചിലരൊന്നും നമ്മളെ ജോലിയിൽ എടുക്കത്തില്ല. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളെപ്പറ്റി ഓപ്പൺലി സംസാരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമും അങ്ങനെ ഫേസ്ബുക്കൊക്കെ തുടങ്ങിയതായിരുന്നു. എന്നിട്ടും എനിക്ക് അധികം ആൾക്കാരിൽ എത്താൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇങ്ങനൊരു വലിയൊരു പ്ലാറ്റ്ഫോം, ഇതെല്ലാവരും ശ്രദ്ധിക്കുമല്ലോ, ഇപ്പം എല്ലാവരും വന്നിപ്പം അന്വേഷിച്ചല്ലോ എങ്ങനെയാണ് ചെയ്യുന്നത് ഒക്കെ. അങ്ങനെ ഒരു ഇത് വന്നപ്പം ഇതൊരു വലിയ പ്ലാറ്റ്ഫോമാണ്. ആണായാലും പെണ്ണായാലും എല്ലാവരും നോക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരു 80% ഓഫ് ദി ആക്ടിവിറ്റീസ് നമ്മുടെ സോഷ്യൽ വർക്കാണ് ഇതിലുള്ളത്. ഇപ്പം ഒരു 6 മാസത്തേക്ക് ഇവർ നമ്മൾ സോഷ്യൽ ആക്ടിവിറ്റീസ് മൊത്തം നോക്കും. 6 മാസത്തേക്ക്. ഇനി വരുന്നത് എല്ലാത്തിനും ഓരോ മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ, സ്വിം വെയർ, ടാലൻറ്റ് റൗണ്ട് ആൻഡ് ക്വസ്റ്റ്യൻ ആൻസർ, എല്ലാത്തിനും ഇപ്പോൾ ഓരോ മിനിറ്റ് വെച്ച് അതേ ഉള്ളൂ അവിടെ ഒരു ഡിസിഷൻ ഇതിലെത്തേക്ക്. റെഡ് കാർപ്പറ്റിൽ ഷെറിനെ മിന്നിച്ചത് മഞ്ജു കുര്യാക്കോസ് എന്ന ചേർത്തലയിലെ ഫാഷൻ ഡിസൈനർ. ഇന്ത്യൻ പാരമ്പര്യത്തെയും ആഗോള സ്വാധീനത്തെയും പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന വസ്ത്രം തയ്യാറാക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് മഞ്ജു പറഞ്ഞു. പീകോക്ക് എന്ന കോൺസെപ്റ്റിലേക്ക് വരുന്നത് ദ നാഷണൽ ബേർഡ് ഓഫ് ഇന്ത്യ. അപ്പം പീകോക്കിൻ്റെ ഒരു കോൺസെപ്റ്റ് ഒരു ഡ്രസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു തീമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഞാൻ ഷെറിനുമായിട്ട് ആ ആശയം പങ്കുവച്ചു. ഷെറിനും അത് അക്സെപ്റ്റ് ചെയ്തു. ഷെറിനും സന്തോഷമായിരുന്നു അങ്ങനെ ഒരു തീം പറഞ്ഞപ്പോഴത്തേക്ക്. അങ്ങനെയാണ് ഞങ്ങളിത് രണ്ടുപേരും ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഞാൻ ഡിസൈനുകൾ അയച്ചു കൊടുക്കും, ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ ബോഡി പോർഷൻ ഇങ്ങനെ, ഗൗണിൻ്റെ ബോഡി പോർഷൻ ഇങ്ങനെ ആയിരിക്കും, സ്കേർട്ട് പോർഷൻ ഇങ്ങനെ ആയിരിക്കും എന്ന് ഞങ്ങൾ തമ്മിൽ കുറേ ഓൺലൈനായിരുന്നു കൂടുതലും എല്ലാ ഡിസ്കഷൻസും. കാരണം ഷെറിൻ കാനഡയിലാണ്, ഞാൻ ഇവിടെയാണ്. ഈവൻ മെഷർമെൻറ്റ്സ് പോലും എനിക്ക് ഓൺലൈനാണ് എടുക്കാൻ പറ്റിയത്. പക്ഷേ ഇത് വളരെ നല്ലൊരു ഫാസിനേറ്റിംഗ് പ്രോസസ്സായിരുന്നു. കാരണം ഒന്നാമത് ക്യാൻസിൽ വേണ്ടി ഒരു ഡ്രസ്സ് ചെയ്യുന്നെന്നുള്ള ഒരു സന്തോഷം, പിന്നെ ഇതൊരു തീം ബേസ്ഡ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് ചെയ്യുമ്പം അതിൻ്റെ ഒരു സന്തോഷം. അപ്പം അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഏതാണ്ട് ഫെബ്രുവരി മാസം തന്നെ സ്കെച്ചിങ് തുടങ്ങി. പല ഡിസൈൻസും വരച്ച് ഞാൻ തന്നെ ഒരു ഫൈനലൈസേഷനിൽ വന്നു. എന്നിട്ട് ഷെറിനായിട്ട് ഷെയർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു ഫൈനലൈസേഷനിൽ വന്ന് ഈ ഡ്രസ്സിൻ്റെ ഡിസൈനിങ് പ്രോസസ്സിലേക്ക് തുടങ്ങിയത്. അങ്ങനെയാണ് രാജ്യത്തിൻ്റെ ദേശീയ പക്ഷിയിലേക്ക് എത്തിയത്. മയിലിൻ്റെ തലയും പീലികളും എംബ്രോയിഡറി ചെയ്തുകൊണ്ടുള്ള ഡിസൈൻ. 70 മീറ്ററിലധികം തുണിയും കല്ലുകളും മുത്തുകളും ആവശ്യമായി വന്നു. മയിലിൻ്റെ തിളക്കം അനുസ്മരിപ്പിക്കുന്ന സ്വർണ്ണ നിറത്തിലാണ് വസ്ത്രം തയ്യാറാക്കിയത്. ഏകദേശം 4 മാസമെടുത്താണ് വസ്ത്രം തയ്യാറാക്കിയത്. ഷെറിൻ ആദ്യം വിളിച്ചപ്പോൾ സ്വപ്നം പോലെ തോന്നി. കാൻ ഫെസ്റ്റിവലിൽ വസ്ത്രം തുന്നാൻ കഴിഞ്ഞത് ബഹുമതിയായി കാണുന്നുവെന്നും മഞ്ജു പറഞ്ഞു. ബ്രാൻഡായ തരംഗ് കഴിഞ്ഞ 15 വർഷമായി ഫാഷൻ ക്ലാസിക്കുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു.
മഞ്ജുവിൻ്റെ ഡിസൈനുകളിൽ പാർവതി ഓമനക്കുട്ടൻ, പ്രയാഗ മാർട്ടിൻ, അനുശ്രീ തുടങ്ങിയവർ പല വേദികളിലും തിളങ്ങിയിട്ടുണ്ട്. ബംഗളൂരു ഫാഷൻ സാഗയിലും മഞ്ജുവിൻ്റെ തരംഗം സൃഷ്ടിച്ചു. ഫാഷൻ സ്റ്റൈലിംഗിൽ പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്ന് പരിശീലനം നേടിയ മഞ്ജു ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ നിന്ന് ഹോം സയൻസിൽ ബിരുദം നേടിയിട്ടുണ്ട്. ചേർത്തല കണ്ടംകുളങ്ങര ചെറുപുഷ്പം വീട്ടിൽ തങ്കച്ചൻ എന്ന് വിളിക്കുന്ന കുര്യാക്കോസിൻ്റെ ഭാര്യയാണ് മഞ്ജു കുര്യാക്കോസ്. ചേർത്തല കോടതിക്ക് വലയ്ക്ക് കിഴക്ക് കുപ്പിക്കവലയിൽ പ്രവർത്തിക്കുന്ന ചെറുപുഷ്പം ഇലക്ട്രിക്കൽസ് ഉടമ. ഇവിടെ തന്നെയാണ് മഞ്ജുവിൻ്റെ തരംഗ് എന്ന സ്ഥാപനവും പ്രവർത്തിക്കുന്നത്. കെവിൻ ജെ കുര്യാക്കോസ് മകൻ. ചേർത്തല കിണറ്റുകര വീട്ടിൽ KS ജോസഫിൻ്റെയും മേഴ്സിയുടെയും മകളാണ് മഞ്ജു കുര്യാക്കോസ്. ലോകം ഉറ്റുനോക്കുന്ന കാൻ ചലച്ചിത്രമേളയിലെ റെഡ് കാർപ്പറ്റിൽ മഞ്ജുവിൻ്റെ തരംഗിലൂടെ ഷെറിൻ തരംഗം സൃഷ്ടിച്ച് ലോകശ്രദ്ധ നേടി. ഇരുവരും മലയാളികൾ, ചേർത്തല സ്വദേശികൾ. നാടിനും അഭിമാനം.